പ്രിയ ഉദ്യോഗാർത്ഥികളെ, സുഹൃത്തുക്കളെ, മലയാളം മതിയാവോളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള നോവൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അടുത്ത ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. അധികാര വ്യവസ്ഥ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ നിരപരാധികളെ വേട്ടയാടുന്ന സാഹചര്യം വെളിപ്പെടുത്തുന്ന ആനന്ദിൻ്റെ നോവലുകൾ ഏതെല്ലാമാണ്? അധികാര വ്യവസ്ഥ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ നിരപരാധികളെ വേട്ടയാടുന്ന സാഹചര്യം വെളിപ്പെടുത്തുന്ന ആനന്ദിൻ്റെ നോവലുകൾ. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവൽ, കൂടാതെ ഗോവർദ്ധൻ്റെ യാത്രകൾ, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നീ നോവലുകളിൽ അധികാര വ്യവസ്ഥ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ നിരപരാധികളെ വേട്ടയാടുന്ന സാഹചര്യം വെളിപ്പെടുത്തുന്ന നോവലുകളാണ്. ഗോവർദ്ധൻ്റെ യാത്രകളിൽ ചില പ്രധാന കഥാപാത്രങ്ങളുണ്ട്. കല്ലു, ചൗപ്പട്ട് രാജാവ്, അലി ദോസ്ത് എന്നിവരാണ്. കല്ലു, ചൗപ്പട്ട് രാജാവ്, അലി ദോസ്ത് എന്നിവർ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1997 ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആനന്ദിൻ്റെ അഭയാർത്ഥികൾ എന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ അഭയാർത്ഥികളാണ് ആനന്ദിൻ്റെ. കഥാപാത്രങ്ങൾക്ക് പേരൊന്നുമില്ലാത്ത നോവൽ നമുക്കറിയാം, മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലാണ്. വ്യാസനും വിഘ്നേശ്വരനും, അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ എന്നിവയും അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ സവിശേഷമായ ഒരു രചനയാണ്. അതിൽ നസീമ, അമൻ, ഗണേശൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. നസീമ, അമൻ, ഗണേശൻ എന്നിവരാണ് അപഹരിക്കപ്പെട്ട ദൈവങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങൾ. വ്യാസനും വിഘ്നേശ്വരനും എന്ന നോവലിൽ പ്രധാന കഥാപാത്രങ്ങളുണ്ട്. അതിൽ ധർമാധികാരി ഒരു കഥാപാത്രമാണ്. ആനന്ദൻ, വർദ്ധമാനൻ തുടങ്ങിയവരും അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. അപ്പോൾ വ്യാസനും വിഘ്നേശ്വരനും എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ധർമാധികാരി, ആനന്ദൻ, വർദ്ധമാനൻ തുടങ്ങിയ. ആനന്ദിൻ്റെ കൃതികളുടെ അടിസ്ഥാനത്തിൽ ആനന്ദ് വ്യക്തിയും ഭരണകൂടവും എന്ന പേരിലൊരു രചന ഉണ്ടായിട്ടുണ്ട്. ആനന്ദ് വ്യക്തിയും ഭരണകൂടവും എഴുതിയത് ഡോക്ടർ രതി വി കെ ആണ്. ഡോക്ടർ രതി വി കെയുടെ രചനയാണ് ആനന്ദ് വ്യക്തിയും ഭരണകൂടവും. അതുപോലെ തന്നെ ആനന്ദിൻ്റെ കൃതികളുടെ അടിസ്ഥാനത്തിൽ ഒത്തിരി ഗവേഷണങ്ങളൊക്കെ അക്കാഡമിക് രംഗത്ത് നടന്നിട്ടുണ്ട്. അതിലൊന്ന് ചരിത്രത്തിൻ്റെ രാഷ്ട്രീയം, ആനന്ദിൻ്റെ ദർശനം എന്നൊരു റിസർച്ച് പേപ്പർ, ഗവേഷണ പ്രബന്ധം ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ രാഷ്ട്രീയം, ആനന്ദിൻ്റെ ദർശനം തയ്യാറാക്കിയത് ഷാജി ജേക്കബാണ്. ഷാജി ജേക്കബിൻ്റെയാണ് ചരിത്രത്തിൻ്റെ രാഷ്ട്രീയം, ആനന്ദിൻ്റെ ദർശനം എന്ന ഗവേഷണ പ്രബന്ധം. അപ്പോൾ ഇത് ഉത്തരാധുനികാനന്തര നോവലുകളിലേക്ക് കടക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന, മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ ചരിത്രപരമായ ദാർശനിക ബോധമുള്ള ഒരെഴുത്തുകാരൻ്റെ രചനകളായി ഈ ഇദ്ദേഹത്തിൻ്റെ രചനകളെ നോക്കിക്കാണേണ്ടത് അനിവാര്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്ത്രീ മനസ്സിനെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്ന സേതുവിൻ്റെ നോവലുകൾ. ഒന്നാമതായി പാണ്ഡവപുരമാണ്. മറ്റൊന്ന് അടയാളങ്ങൾ, പെണ്ണകങ്ങൾ. പാണ്ഡവപുരം, അടയാളങ്ങൾ, പെണ്ണകങ്ങൾ എന്നിവ സ്ത്രീ മനസ്സിനെ
വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്ന സേതുവിൻ്റെ നോവലുകളാണ്. അതുപോലെ തന്നെ ചേന്നമംഗലത്തെ ജൂതന്മാരുടെ ചരിത്രം പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട് സേതു. ചേന്നമംഗലത്തെ ജൂതന്മാരുടെ ചരിത്രം പറയുന്ന മറുപിറവി എന്ന നോവൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സേതുവിൻ്റെ അടയാളങ്ങൾ എന്ന നോവലിന് 2007 ലഭിച്ചിട്ടുണ്ട്. 2007 സേതുവിൻ്റെ അടയാളങ്ങൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. പ്രിയംവദ, നീതു, രഞ്ജിത്ത് തുടങ്ങിയവർ ഇതിലെ കഥാപാത്രങ്ങളാണ്. അടയാളങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പ്രിയംവദ, നീതു, രഞ്ജിത്ത് തുടങ്ങിയവർ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് സേതുവിൻ്റെ പാണ്ഡവപുരത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടയാളങ്ങൾ എന്ന നോവലിന് 2007. കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാണ്ഡവപുരത്തിനുമാണ് ലഭിച്ചിട്ടുള്ളത്. പാണ്ഡവപുരത്തിൽ ദേവി എന്ന നായിക പ്രസിദ്ധമാണ്. കിരാതം എന്നൊരു നോവൽ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ നനഞ്ഞ മണ്ണ്, അറിയാത്ത വഴികൾ ഇതെല്ലാം സേതുവിൻ്റെയാണ്. നിയോഗം, കൈമുദ്രകൾ സേതുവിൻ്റേതാണ്. കൈമുദ്രകൾ എന്ന നോവൽ, അറിയാത്ത വഴികൾ, നിയോഗം, നനഞ്ഞ മണ്ണ്, കിരാതം തുടങ്ങിയവ. സ്മാർത്ത വിചാരത്തെ പശ്ചാത്തലമാക്കി മാടമ്പ് കുഞ്ഞുകുട്ടൻ എഴുതിയ നോവലാണ് ഭ്രഷ്ട്. സ്മാർത്ത വിചാരത്തെ പശ്ചാത്തലമാക്കി മാടമ്പ് കുഞ്ഞുകുട്ടൻ എഴുതിയ നോവലാണ് ഭ്രഷ്ട്. കപിലവസ്തുവിലെ സിദ്ധാർത്ഥൻ്റെ കഥ പറയുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ നോവൽ. കപിലവസ്തുവിലെ സിദ്ധാർത്ഥൻ്റെ കഥ പറയുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ രചനയാണ് മഹാപ്രസ്ഥാനം എന്ന നോവൽ. ഗാന്ധിജിയുടെ ജീവിതം പശ്ചാത്തലമായി വരുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ നോവലുണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി, ഓം ശാന്തി 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 എന്ന പേരിലുള്ള നോവൽ ഗാന്ധിജിയുടെ ജീവിതം പശ്ചാത്തലമാക്കി വരുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ നോവലാണ്. ഇതുകൂടാതെ വേറെയും നോവലുകൾ മാടമ്പ് കുഞ്ഞുകുട്ടൻ എഴുതിയിട്ടുണ്ട്. സാവിത്രി ഒരു വിലാപം, അതുകൂടാതെ ആര്യാവർത്തനം, നിഷാദം മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ രചനയാണ്. എന്തൊരോ മഹാനുഭാവലും മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ നോവലാണ്. അതുപോലെ തന്നെ പരിണാമം വേറൊരാൾ എഴുതിയിട്ടുണ്ട് അല്ലേ, നാരായണ പിള്ളയുടെ. അത് ഇവിടെ നമ്മുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ പരിണാമമാണ്. അപ്പോൾ ഇതെല്ലാം മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ നോവലാണ്. സാവിത്രി ഒരു വിലാപം, ആര്യാവർത്തനം, നിഷാദം, എന്തൊരോ മഹാനുഭാവലും തുടങ്ങിയവ. മാധവിക്കുട്ടി എഴുതിയ ഒരു നോവലാണ് മനോമി. അതിൽ ദളിത് ജീവിതത്തെയാണ് ആവിഷ്കരിക്കുന്നത്. ലെസ്ബിയൻ വിഷയങ്ങളെ പ്രമേയമാക്കിയ മാധവിക്കുട്ടിയുടെ നോവലാണ് ചന്ദനമരങ്ങൾ. ലെസ്ബിയൻ വിഷയം പ്രമേയമാക്കുന്ന നോവലാണ് ചന്ദനമരങ്ങൾ. മാധവിക്കുട്ടി വേറെ നോവലുകൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഒറ്റയടിപ്പാത, രുക്മിണിക്കൊരു പാവക്കുട്ടി മാധവിക്കുട്ടിയുടെ നോവലാണ്. കടൽ എന്ന് മാത്രം. മയൂരം, കവാടം, കടൽ, നീർമാതളം പൂത്ത കാലം, വണ്ടിക്കാളകൾ തുടങ്ങിയവ. ടോമി എന്ന നായയെ കേന്ദ്ര കഥാപാത്രമാക്കി MB നാരായണപിള്ള രചിച്ച നോവലാണ് പരിണാമം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിണാമം നമ്മുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ നോവലുകളുടെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാരായണപിള്ളയുടെ നോവലുണ്ടെന്ന്. ടോമി എന്ന നായയെ കേന്ദ്ര കഥാപാത്രമാക്കി MB നാരായണപിള്ള പരിണാമം എന്നൊരു നോവൽ രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതിന് ലഭിച്ചിട്ടുണ്ട് 1991. വൃത്തസദനത്തെ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള TV കൊച്ചുബാവയുടെ നോവലാണ് വൃത്തസദനം. അതിന് 1996 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാം. കൊച്ചുബാവ വേറെ ഒത്തിരി നോവലുകൾ എഴുതിയിട്ടുണ്ട്. പെരുങ്കളിയാട്ടം TV കൊച്ചുബാവയുടെ നോവലാണ്. വിരുന്ന് മേശയിലേക്ക്, നിലവിളിയോടെ, ജാതകം, ഉപജന്മം, നിലവിളിയോടെ, വിരുന്ന് മേശയിലേക്ക് നിലവിളിയോടെ, ജാതകം, ഉപജന്മം, പെരുങ്കളിയാട്ടം തുടങ്ങിയവ കൊച്ചുബാവയുടെ നോവലുകളാണ്. ചലച്ചിത്രമായ KP രാമനുണ്ണിയുടെ നോവലാണ് സൂഫി പറഞ്ഞ കഥ.
ചലച്ചിത്രമായ കെ പി രാമനുണ്ണിയുടെ നോവലാണ് സൂഫി പറഞ്ഞത്. 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ സൂഫി പറഞ്ഞ കഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി കഥാപാത്രമായി വരുന്ന രാമനുണ്ണിയുടെ ഒരു നോവലുണ്ട്, ദൈവത്തിൻ്റെ പുസ്തകം എഴുതിയത് കെ പി രാമനുണ്ണിയാണ്. മുഹമ്മദ് നബി കഥാപാത്രമായി വരുന്ന ഒരു നോവലാണ്. രാമനുണ്ണി മറ്റ് നോവലുകളിൽ ചിലതാണ് ചരമവാർഷികം, ജീവിതത്തിൻ്റെ പുസ്തകം, ദൈവത്തിൻ്റെ പുസ്തകം എഴുതിയ ആൾ തന്നെയാണ് ജീവിതത്തിൻ്റെ പുസ്തകം എഴുതിയത്, ചരമവാർഷികം എന്ന നോവൽ എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ നാവിക നോവൽ എന്ന് പറയാവുന്ന തീയുണ്ടകൾക്കും തിരമാലകൾക്കും ഇടയിൽ എന്ന നോവൽ രചിച്ചത് വിനയനാണ്. ഗാന്ധിവധം പ്രമേയമായി വരുന്ന ഒരു നോവൽ മലയാളത്തിലെ ഒരു നോവലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, സക്കറിയയാണ്. ഇതാണ് എൻ്റെ പേര് എന്ന പേരിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഗാന്ധിവധം പ്രമേയമായി വരുന്നുണ്ട്, സക്കറിയയാണ് എഴുതിയത്. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവൽ എഴുതിയ സക്കറിയ തന്നെയാണ് ഇതാണ് എൻ്റെ പേര് എന്ന ഗാന്ധിവധം പ്രമേയമാകുന്ന നോവൽ എഴുതിയത്. എന്തുണ്ട് വിശേഷം പീലാത്തോസേ എന്നത് സക്കറിയയുടെ മറ്റൊരു നോവലാണ്. പ്രൈസ് ദ ലോർഡ് എന്നതും സക്കറിയയുടെ നോവലാണ്. ഇഷ്ടികയും ആശാരിയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയ രചനയാണ്. ഇഷ്ടികയും ആശാരിയും, പ്രൈസ് ദ ലോർഡ്, എന്തുണ്ട് വിശേഷം പീലാത്തോസേ, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതം എന്ന നോവലാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന പേരിൽ സിനിമയാക്കിയത്. കോക്കാഞ്ചിറയുടെ കഥ പറയുന്ന അലാഹയുടെ പെൺമക്കൾ എഴുതിയത് സാറാ ജോസഫാണ്. അലാഹയുടെ പെൺമക്കളിലെ പ്രധാന കഥാപാത്രം ആനിയും കുട്ടിപ്പാപ്പനും ആനിയുമാണ്. ബ്രിജിത്താമ്മ സാറാ ജോസഫിൻ്റെ മാറ്റാത്തി എന്ന നോവലിൻ്റെ കഥാപാത്രമാണ്. ബ്രിജിത്താമ്മ മാറ്റാത്തിയിലെ പ്രധാന കഥാപാത്രമാണ്. രാമായണ കഥയ്ക്ക് കീഴാള പരിപ്രേക്ഷ്യം നൽകുന്ന സാറാ ജോസഫിൻ്റെ രചനയാണ് ഊരുകാവൽ. രാമായണ കഥയ്ക്ക് കീഴാള പരിപ്രേക്ഷ്യം നൽകുന്ന സാറാ ജോസഫിൻ്റെ നോവലാണ് ഊരുകാവൽ. അപ്പോൾ അലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫാണ്. കോക്കാഞ്ചിറയുടെ കഥ പറയുന്നതാണ്. ആനിയും കുട്ടിപ്പാപ്പനും അതിലെ കഥാപാത്രങ്ങളാണ്. ബ്രിജിത്താമ്മ മാറ്റാത്തിയിലെ കഥാപാത്രമാണ് സാറാ ജോസഫിൻ്റെ. രാമായണ കഥയ്ക്ക് കീഴാള പരിപ്രേക്ഷ്യം നൽകുന്ന ഊരുകാവൽ സാറാ ജോസഫിൻ്റെതാണ്. ആദി എന്ന നോവലും ഒതപ്പ് എന്ന നോവലും വൃക്ഷം എന്ന പേരിലുള്ള നോവലും അകലെ അരികിൽ എന്നതുമെല്ലാം സാറാ ജോസഫിൻ്റെ രചനകളാണ്. അകലെ അരികിൽ, വൃക്ഷം, ആദി, ഒതപ്പ് ഇവയെല്ലാം. അതുകൂടാതെ മറ്റ് കൃതികളുമുണ്ട്. പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെയും വരരുചിയുടെയും കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവലാണ് ഇന്നലത്തെ മഴ. ഇന്നലത്തെ മഴയിലെ പ്രധാന കഥാപാത്രം വരരുചിയും പഞ്ചമിയുമാണ്. 1998 കേരള സാഹിത്യ അക്കാദമി അവാർഡ് എൻ മോഹനൻ്റെ ഇന്നലത്തെ മഴയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ആദിവാസികളായ പണിയരുടെ ജീവിതം പശ്ചാത്തലമാക്കി TC ജോൺ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആദിവാസികൾ, വയനാട്ടിലെ ആദിവാസികൾ, അതിലും പണിയർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ, അവരുടെ ജീവിതം പശ്ചാത്തലമാക്കി TC ജോൺ എഴുതിയ ഉറാട്ടി. അതുപോലെ തന്നെ വയനാട്ടിലെ ആദിവാസികളായ നായ്ക്കന്മാരുടെ ജീവിതം പശ്ചാത്തലമാക്കി TC ജോൺ എഴുതിയ തേക്ക്, ഉറാട്ടി, തേക്ക് എന്നിവ പ്രധാനമാണ്. അതുപോലെ നളചരിതത്തിലെ കഥ അറിയാമല്ലോ. ആ കഥയെ ആസ്പദമാക്കി സുമംഗല ഒരു അക്ഷഹൃദയം എന്ന പേരിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം CR ഓമനക്കുട്ടൻ നോവലാക്കിയിട്ടുണ്ട്. നാണു എന്ന പേരിൽ CR ഓമനക്കുട്ടൻ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നു. കേരളത്തിലെ ആദിവാസികളായ മലയരുടെ ജീവിതം മറ്റൊരു ആദിവാസി തന്നെ നോവലാക്കി എഴുതിയിട്ടുണ്ട്. കൊച്ചേരത്തി എന്ന പേരിൽ നാരായൺ എഴുതിയ നോവൽ. അപ്പോൾ പണിയരുടെ ജീവിതം പശ്ചാത്തലമാക്കി TC ജോൺ രചിച്ച നോവലാണ് ഉറാട്ടി. നായ്ക്കന്മാരുടെ ജീവിതം പശ്ചാത്തലമാക്കി TC ജോൺ രചിച്ച നോവലാണ് തേക്ക്. നാരായണ ഗുരുവിൻ്റെ ജീവിതം ആവിഷ്കരിക്കുന്ന CR ഓമനക്കുട്ടൻ്റെ നോവലാണ് നാണു. നളചരിത കഥയെ ആസ്പദമാക്കി സുമംഗല രചിച്ചതാണ് അക്ഷഹൃദയം. ആദിവാസികളായ മലയരുടെ ജീവിതം മറ്റൊരാദിവാസി എഴുതിയതാണ് കൊച്ചേരത്തി. ഓർത്തിരിക്കും. ഓക്കെ. എൻഡോസൾഫാൻ ദുരന്തം ആസ്പദമാക്കി അംബികാസുധൻ മങ്ങാട് എഴുതിയ നോവലാണ് എന്മകാച്ചി. കേരളത്തിലെ എൻഡോസൾഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി അംബികാസുധൻ മങ്ങാട് എഴുതിയ നോവൽ എന്മകാച്ചി. ആഗോളവൽക്കരണത്തിൻ്റെ
വിപത്തുകൾ വരച്ചു കാണിക്കുന്ന അംബികാസുധൻ മങ്ങാടിൻ്റെ മറ്റൊരു രചനയാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ. മരക്കാപ്പിലെ തെയ്യങ്ങൾ ആഗോളവൽക്കരണത്തിൻ്റെ വിപത്തുകൾ വരച്ചു കാണിക്കുന്ന അംബികാസുധൻ മങ്ങാടിൻ്റെ പാരിസ്ഥിതിക നോവലാണ്. മറയൂരിലെ ചന്ദനക്കാടുകൾ അവിടുത്തെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന മൈന ഉമൈബാൻ രചിച്ച നോവൽ. മൈന ഉമൈബാൻ മറയൂരിലെ ചന്ദനക്കാടുകളിൽ അവിടുത്തെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ചന്ദനഗ്രാമം എന്ന നോവൽ. പ്രവാസ ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിച്ച 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആടുജീവിതം ബെന്യാമിനാണ് എഴുതിയത്. അത് നോവലൊക്കെ ആയതിനു ശേഷം അത് സിനിമയായി ഏറെ പ്രസിദ്ധമായി തീർന്നു. ലോക സിനിമാ ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. പ്രവാചകന്മാരുടെ 2ാം പുസ്തകം എന്ന കൃതി ബെന്യാമിനാണ് എഴുതിയത്. അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ ബെന്യാമിൻ്റെ രചനയാണ്. അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ പ്രവാചകന്മാരുടെ 2ാം പുസ്തകം. ഇതൊന്നും എഴുതിയപ്പോൾ നമ്മളാരും ബെന്യാമിനെ തിരിച്ചറിഞ്ഞില്ല. ഒരാട് ജീവിതം വേണ്ടി വന്നു. പ്രവാസികളുടെ ദുരിതം പേറുന്ന അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന നോവൽ വേണ്ടി വന്നു അദ്ദേഹത്തെ തിരിച്ചറിയും. പ്രവാചകന്മാരുടെ 2ാം പുസ്തകം അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ. മഞ്ഞവെയിൽ മരണങ്ങൾ. അബീശകിൻ മഞ്ഞവെയിൽ മരണങ്ങൾ. മഞ്ഞവെയിൽ മരണങ്ങൾ നല്ലൊരു വായനാനുഭവം തരുന്ന നോവലാണ്. അൽ അറേബ്യൻ നോവൽ ഫാക്ടറി. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നിവയെല്ലാം ബെന്യാമിൻ്റെ രചനകളാണ്. മലയാള നോവലിൽ ഉത്തരാധുനികതയോ ഉത്തരാധുനികാനന്തര പ്രവണതയുടെയോ കിരണം കാണാൻ കഴിയുന്നത് ടി.ഡി. രാമകൃഷ്ണൻ്റെ നോവലുകളിലാണ്. നരവംശശാസ്ത്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ടി.ഡി. രാമകൃഷ്ണൻ്റെ നോവലാണ് ആൽഫ. നരവംശശാസ്ത്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ടി.ഡി. രാമകൃഷ്ണൻ നോവലാണ് ആൽഫ. ഉത്തരാധുനികാനന്തര പ്രവണതകൾ പ്രകടമാകുന്ന രചനയാണ്. സെക്സ് ടൂറിസം പ്രമേയമായി വരുന്ന ടി.ഡി. രാമകൃഷ്ണൻ്റെ നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. സെക്സ് ടൂറിസം പ്രമേയമായി വരുന്ന ടി.ഡി. രാമകൃഷ്ണൻ്റെ രചനയാണ്. തമിഴ് LTT നേതാക്കളെ കഥാപാത്രങ്ങളാക്കി ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ നോവലുണ്ട് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. തമിഴ് LTT നേതാക്കളെ കഥാപാത്രങ്ങളാക്കി ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഇവിടെ നമ്മുടെ വനിതാ നോവലെഴുത്തുകാരെ എല്ലാവരെയും പറഞ്ഞില്ല. KR മീര എടുത്തു പറയേണ്ട ആളാണ്. അവരുടെ ആരാച്ചാർ പ്രധാനപ്പെട്ടൊരു കൃതിയാണ്. ഒത്തിരി അവാർഡുകൾ നേടിയിട്ടുള്ള രചനയാണ്. അത് സാന്ദർഭികമായി ഓർത്തതുകൊണ്ട് പറഞ്ഞതാണ്. കളക്ഷനിലില്ലെങ്കിലും. അതുപോലെ തന്നെ അവരുടെ പുതിയ രചനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ എഴുത്തുകാർ വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം തന്നെ മറ്റൊരു സീരീസിലും ഇടയ്ക്ക് വരുന്ന പുതിയ ചോദ്യോത്തരങ്ങളിലൊക്കെ ഉൾപ്പെട്ടു വരും. ഒക്കെ മനസ്സിലായിക്കൊള്ളണം. ദളിത് നോവലുകളിൽ TC ജോണിൻ്റെ ഉറാട്ടിയും ഗദ്ദിക പാട്ടുകാരൻ്റെ കല്യാണവും ഉൾപ്പെടുന്നുണ്ട്. KJ ബേബിയുടെ മാവേലി മന്ത്രം ദളിത് നോവലാണ്. KJ ബേബിയുടെ മാവേലി മന്ത്രം. ജോയി J കൈമാപ്പറമ്പൻ എഴുതിയ വനാന്തരങ്ങൾ. ജോയി J കൈമാപ്പറമ്പൻ എഴുതിയ വനാന്തരങ്ങൾ. ജോയി J കൈമാപ്പറമ്പൻ എഴുതിയ വനാന്തരങ്ങൾ ദളിത് നോവലാണ്. PR നാഥൻ എഴുതിയ ചാട്ട. PR നാഥൻ എഴുതിയ ചാട്ട ദളിത് നോവലാണ്. AM വാസുദേവൻ പിള്ള എഴുതിയ അക്കാനി ദളിത് നോവലാണ്. AM വാസുദേവൻ പിള്ള എഴുതിയ അക്കാനി ദളിത് നോവലാണ്. AM വാസുദേവൻ പിള്ള എഴുതിയ അക്കാനി ദളിത് നോവലാണ്. ധനഞ്ജയൻ എന്ന പേരിലുള്ള നോവലിസ്റ്റ് എഴുതിയ പൈക്കി ദളിത് നോവലാണ്. പൈക്കി എന്ന പേരിൽ ധനഞ്ജയൻ എഴുതിയ നോവൽ ദളിത് നോവലാണ്. കൊച്ചേരത്തി എന്ന നോവലും ഊരാളിക്കൊടി എന്ന നോവലും വന്നല എന്ന നോവലും എഴുതിയ
ആദിവാസി വിഭാഗത്തിൽ തന്നെ ജനിച്ചു വളർന്ന നാരായൺ. അദ്ദേഹത്തിൻ്റെ ഈ കൃതികളെല്ലാം ദളിത് വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ്. കൊച്ചേരത്തി, ഊരാളിക്കുടി, വന്നല തുടങ്ങിയവ നാരായണൻ്റെ രചനകളാണ്. ദളിത് നോവൽ വിഭാഗത്തിൽപ്പെടുത്താവുന്നവയാണ്. മനസ്സും ദേഹവും കൊണ്ട് നിന്നെ, മനസ്സും ദേഹവും കൊണ്ട് നിന്നെ ഞാൻ, മനസ്സും ദേഹവും കൊണ്ട് നിന്നെ ഞാൻ. അതൊരൊറ്റ പേരാണ്. മനസ്സും ദേഹവും കൊണ്ട് നിന്നെ ഞാൻ. അവിടെ നിർത്തുകയാണ്. മനസ്സും ദേഹവും കൊണ്ട് നിന്നെ ഞാൻ. പിന്നെ ചാവൊലി, തുപ്പ, മനസ്സും ദേഹവും കൊണ്ട് നിന്നെ ഞാൻ, ചാവൊലി, തുപ്പ. ഇതെല്ലാം P.A. ഉത്തമനാണ് രചിച്ചത്. ഇതും ദളിത് നോവലുകളാണ്. മനസ്സും ദേഹവും കൊണ്ട് നിന്നെ ഞാനും, തുപ്പയും ചാവൊലി. ഒരു ദരിദ്ര ഗ്രാമത്തിൻ്റെ കഥ വിനു എബ്രഹാമാണ് എഴുതിയത്. അതും ദളിത് നോവലാണ്. ഒരു ദരിദ്ര ഗ്രാമത്തിൻ്റെ കഥ. നഷ്ടനായിക ഒരു ദരിദ്ര ഗ്രാമത്തിൻ്റെ കഥ, വിനു എബ്രഹാമിൻ്റെ രചനകളാണ്. ഇതെല്ലാം ദളിത് നോവലുകളാണ്. ഓക്കെ. കാന്തളൂർ ശാല പരാമർശിക്കുന്ന നോവൽ ഏതാണ്? T.D. രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. നേരത്തെ പറഞ്ഞല്ലോ, തമിഴ് LTT നേതാക്കളെ കഥാപാത്രങ്ങളാക്കി എഴുതിയതാണ്. 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാള നോവലാണ് മനുഷ്യന് രാമുഖം, സുഭാഷ് ചന്ദ്രൻ. ജിതേന്ദ്രൻ, മാറാപ്പിള്ള, ആൻമേരി എന്നിവരാണ് മനുഷ്യന് രാമുഖത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ജിതേന്ദ്രൻ, മാറാപ്പിള്ള, ആൻമേരി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. NS മാധവൻ ചെറുകഥാകൃത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നെങ്കിലും അദ്ദേഹം എഴുതിയ നോവലാണ് ലണ്ടൻ ബത്തേരിയയിലെ ലുത്തിനിയകൾ എന്ന നോവൽ. മലയാളത്തിലെ ആദ്യത്തെ പ്രവാസ നോവൽ എന്നറിയപ്പെടുന്നത്, പ്രവാസ നോവൽ പെടുന്നതാണ് നമ്മുടെ ആടുജീവിതമൊക്കെ. ആദ്യത്തെ പ്രവാസ നോവൽ നീത പനയ്ക്കൽ എഴുതിയ സ്വപ്നാടനമാണ്. നീത പനയ്ക്കലിൻ്റെ സ്വപ്നാടനം. പാറപ്പുറത്ത് വിതച്ച വിത്ത്, പ്രൊഫസർ, കൊന്തയിൽ നിന്ന് കൊന്തയും പൂണൂരും, അങ്ങനെ ചില കൃതികൾ ജോസഫ് മുണ്ടശ്ശേരി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ നീ മണ്ണാകുന്നു, തിരുശേഷിപ്പ്, വാഴ്വേ മായം, അസുരകാന്ഡം എന്നിവ P. അയ്യനീത്ത് രചിച്ച നോവലുകളാണ്. മനുഷ്യ നീ മണ്ണാകുന്നു, തിരുശേഷിപ്പ്, വാഴ്വേ മായം എന്നിവ P. അയ്യനീത്തിൻ്റെ രചനകളാണ്. തോട്ടി എന്നൊരു നോവൽ രചിച്ചിട്ടുണ്ട്. തോട്ടിയുടെ മകനല്ല, തോട്ടി, വെറും തോട്ടി. അത് നാഗവള്ളി RS കുറുപ്പിൻ്റെതാണ്. ഒഴുക്കത്ത് വന്ന വീട്, അതും അദ്ദേഹത്തിൻ്റെതാണ്. ചൊവ്വയിലെത്തിയപ്പോൾ ഒഴുക്കത്ത് വന്ന വീട്, തോട്ടി, ആണും പെണ്ണും, 2 ലോകം, വിഷബീജം തുടങ്ങിയവയെല്ലാം നാഗവള്ളി RS കുറുപ്പിൻ്റെ രചനകളാണ്. വിഷബീജം, 2 ലോകം, ആണും പെണ്ണും, ചൊവ്വയിലെത്തിയപ്പോൾ, ഒഴുക്കത്ത് വന്ന വീട്, തോട്ടി തുടങ്ങിയവ നാഗവള്ളി RS കുറുപ്പിൻ്റെ നോവൽ രചനകളാണ്. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന പേരിലുള്ള നോവൽ എഴുതിയത് വെട്ടൂർ രാമൻ നായരാണ്. പ്രകൃതി നിയമം എന്ന പേരിൽ ആധുനിക കാലത്തുണ്ടായ ഒരു നോവലുണ്ട്. CR പരമേശ്വരനാണ് എഴുതിയത്. വെളുത്ത കത്രീന എന്ന നോവൽ മുട്ടത്ത് വർക്കിയുടേതാണ്. അവനവൻ്റെ ആനന്ദം എന്ന പേരിലൊരു നോവലുണ്ട്. CV ബാലകൃഷ്ണനാണ് എഴുതിയത്. ആയുസിൻ്റെ പുസ്തകം എഴുതിയത് CV ബാലകൃഷ്ണനാണ്. തടവറകളിൽ കലാപം, അതും CV ബാലകൃഷ്ണൻ്റെ രചനയാണ്. തടവറകളിൽ കലാപം, ദിശ, ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അവനവൻ്റെ ആനന്ദം, ദിശ, തടവറകളിൽ കലാപം, ആയുസിൻ്റെ പുസ്തകം ഇവയെല്ലാം CV ബാലകൃഷ്ണൻ്റെ രചനകളാണ്. ഇണപ്രാവുകൾ, പാടാത്ത പൈങ്കിളി എന്നിവ മുട്ടത്ത് വർക്കിയുടെ രചനകളാണ്. ചട്ടക്കാരി, അടിമകൾ, ചക്രവാകം, പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ, പമ്മൻ്റെ രചനകളാണ്. ദൈവത്തിൻ്റെ മരണം VT നന്ദകുമാറാണ് എഴുതിയത്. 2 പെൺകുട്ടികൾ,
ഇരട്ടമുഖങ്ങൾ, ഇതെല്ലാം VT നന്ദകുമാറാണ്. രക്തമില്ലാത്ത മനുഷ്യൻ, എൻ്റെ കർണൻ തുടങ്ങിയവയെല്ലാം VT നന്ദകുമാറിൻ്റെയാണ്. ഖുറൈശി കൂട്ടം, ഒരു പിടി വറ്റ്, വള്ളൂരമ്മ, തൃക്കോട്ടൂർ പെരുമ, ദ്വീപുകാരൻ, ഇതെല്ലാം UA ഖാദറിൻ്റെ രചനകളാണ്. നഖങ്ങൾ എന്ന പേരിലൊരു രചന വൈക്കം ചന്ദ്രശേഖരൻ നായരുടെയാണ്. അഗ്നിപരീക്ഷ, തീയാട്ട്, ഗോത്രദാഹം. നഖങ്ങൾ, അഗ്നിപരീക്ഷ, തീയാട്ട്, ഗോത്രദാഹം, ഇതെല്ലാം വൈക്കം ചന്ദ്രശേഖരൻ നായരുടേത്. ചുവപ്പ് നാട എന്ന നോവൽ വാസുവാണ് എഴുതിയത്. ചുവപ്പ് നാട കൂടാതെ അനന്തപുരി, അഭയാക്ഷരങ്ങൾ, ചക്രം എല്ലാം വാസുവിൻ്റേതാണ്. ഇല്ലം എന്ന പേരിൽ നോവലുണ്ട്. കാമന ഇതൊക്കെ നമ്മുടെ ജോർജ് ഓണക്കൂറിൻ്റെ പഴയകാല നോവലുകളാണ്. ബലിക്കല്ല്, ഉണ്ണികൃഷ്ണൻ പുതൂറിൻ്റെ രചനയാണ് ബലിക്കല്ല്. നാഴികമണി, ആട്ടുകെട്ട്, ആനപ്പക, അമൃതമഥനം, ധർമ്മചക്രം, ഇവയെല്ലാം ഉണ്ണികൃഷ്ണൻ പുതൂറിൻ്റെ നോവൽ രചനകളാണ്. ബലിക്കല്ല്, നാഴികമണി, ആട്ടുകെട്ടിൽ, ആനപ്പക, അമൃതമഥനം, ധർമ്മചക്രം തുടങ്ങിയവ ഉണ്ണികൃഷ്ണൻ പുതൂറിൻ്റെയാണ്. വിവേകാനന്ദൻ നോവലുകൾ രചിച്ചിട്ടുണ്ട്. കള്ളിച്ചെല്ലമ്മ, ജ്വാലാമുഖികൾ, യക്ഷിപ്പറമ്പ്, വാർഡ് നമ്പർ 7, ശ്രുതിഭംഗം. കള്ളിച്ചെല്ലമ്മ, ജ്വാലാമുഖികൾ, യക്ഷിപ്പറമ്പ്, വാർഡ് നമ്പർ 7, ശ്രുതിഭംഗം. വിവേകാനന്ദൻ. കോവൂറിൻ്റെ കോവൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാട്ടുതാറാവാണ് നമ്മളിൽ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകൾ കാട്, മലകൾ, കൊടുമുടികൾ, ഇതെല്ലാം നോവലുകളാണ്. മുള്ള്, ഗുഹാജീവികൾ, കാട്, മലകൾ, കൊടുമുടികൾ, മുള്ള്, ഗുഹാജീവികൾ, ഇതെല്ലാം നോവലുകളാണ്. ഒരു പെൺകിടാവിൻ്റെ തൻ്റെയിടം മൊയ്യാരത്ത് ശങ്കരൻ. പഞ്ചവടി, രംഗപരിണാമം എന്നിവ CV കുഞ്ഞിരാമൻ്റെ രചനകളാണ്. ഒരു വെറും പ്രേമകഥ എന്ന പേരിലൊരു നോവലുണ്ട്. അത് കൈനിക്കര പത്മനാഭപിള്ളയുടെയാണ്, നാടകകൃത്താണ്. അദ്ദേഹം തന്നെ ഗൗരി എന്ന പേരിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഗൗരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് T പത്മനാഭൻ്റെ ഗൗരിയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ കൈനിക്കര പത്മനാഭപിള്ള ആ പേരിലൊരു നോവൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഹരി എന്ന പേരിൽ നോവൽ എഴുതിയിട്ടുണ്ട്. ഗൗരി, ഹരി, പിന്നെ ഒരു വെറും പ്രേമകഥ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോവലുകൾ ചിലത് മാത്രമാണ്. നളിനി ബേക്കൻ എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റുണ്ട്. തുരുത്ത് എന്ന് പറഞ്ഞൊരു നോവൽ, ഹംസഗാനം, കൃഷ്ണ, അമ്മ ദൈവങ്ങൾ, ഇതൊക്കെ നളിനി ബേക്കൻ്റെയാണ്. ഓക്കെ, ഇനിയുണ്ട് ഇഷ്ടംപോലെ. അതിൽ ചിലത് കൈവശമുള്ളതും ഓർത്തതൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഘാതകൻ എന്ന് പറഞ്ഞൊരു പുതിയ നോവൽ നമ്മുടെ KR മീര എഴുതി പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഇന്നത്തേക്ക് താങ്ക് യു. എല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിക്കുക.